അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. പിടിച്ചു നിൽക്കാനാകാതെ നട്ടം തിരിഞ്ഞ് ഹോട്ടൽ വ്യാപാര മേഖല. കോതമംഗലത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഹോട്ടൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് ഇവർ പറയുന്നു. സാധാരണക്കാരായ ഹോട്ടൽ ഉടമകൾ ഇപ്പോൾ ജീവിക്കാനായി വളരെയധികം കഷ്ടപ്പെടുകയാണ്. അവശ്യ സാധനങ്ങളുടെ എല്ലാം വിലക്കയറ്റം, തേങ്ങ, വെളിച്ചെണ്ണ എന്നിവ മറ്റുള്ളതിന്റെ പോലും വില ഇരട്ടിയിലേറെ വർദ്ധിച്ചിരിക്കുമ്പോൾ പല പല ഹോട്ടലുകളും അടച്ചു പോകേണ്ട ഒരു ഗതികേടിലാണ്. നമ്മുടെ ദേശീയ പണപ്പെരുപ്പ് ശരാശരി 2.1% മാത്രമായി നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം പണപ്പെരുപ്പം 6.7%. പണപ്പെരുപ്പ് കൊണ്ട് പൊറുതി മുട്ടിയിരുന്ന നമുക്ക് സാമൂഹ്യക്ഷേമ സെസ് എന്ന രീതിയിൽ 2 രൂപ വീതം ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചപ്പോൾ അത് നമ്മുടെ അവശ്യ സാധനങ്ങളെല്ലാം വില വർധനയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. കോതമംഗലം KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭാ ജംഗ്ഷനിൽ സമാപിച്ചു. വ്യാപാരികളുടെ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടന്നു വരികയാണ്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും പച്ചക്കറിക്കും ബിരിയാണി അരിക്കും ഒക്കെ വില വർധനയുടെ കാര്യം നമ്മുടെ ജനങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. അത് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്ന ആ സമയത്താണ് കേരളം ഒട്ടുക്ക് ഒരു പ്രതിഷേധ സമരം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോതമംഗലം യൂണിറ്റിലും ഒരു പന്തം കൊളുത്തി പ്രതിഷേധ പ്രവർത്തനത്തിൽ ഞങ്ങൾ മുതിർന്നത്. അതുമാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങളിൽ അനാവശ്യമായ നിയമങ്ങൾ മൂലം ഞങ്ങളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട്. PCBയുടെ പേര് പറഞ്ഞുകൊണ്ട് PCBയിൽ നമുക്കറിയാം, PCB നിർബന്ധമായിട്ടും നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ വേണം? അത് ചെറുകിട ഇടത്തരക്കാരെ ഒഴിവാക്കിക്കൊണ്ട് മേൽത്തട്ടുകാരെ കൂടുതൽ സമീപിക്കുകയാണ് ശരിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ CK അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി CJ ബെന്നി, രക്ഷാധികാരി PK മുഹമ്മദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VA അബ്ദുൽ കരീം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ G ഗംഗാധരൻ, യൂണിറ്റ് ട്രഷറർ സാഹിർ PK എന്നിവർ സംസാരിച്ചു. മീഡിയ സിസ്റ്റി, കോതമംഗലം.